UAE-യിലേക്ക് വിസിറ്റ് വിസയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഡൂന്റെയും ഇത്തിസാലാത്തിന്റെയും ഒക്കെ ഫ്രീ സിം കിട്ടും. ഒരു കാരണവശാലും അത് എടുക്കരുത്, കാരണം അതിൽ ഒരുപാട് ഹിഡൻ ചാർജസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഷാർജ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഇത്തിസാലാത്തിന്റെ ഫ്രീ സിം കിട്ടി, അത് വാങ്ങിച്ചു. പക്ഷെ സിം ഫ്രീ ആണ്, നിങ്ങൾ റീചാർജ് ചെയ്യണം എന്ന് പറഞ്ഞ് 79 ദിർഹംസിന്റെ പാക്കേജ് റീചാർജ് ചെയ്ത് സിം വാങ്ങിച്ച് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് അതിൽ 30 ഫ്രീ കോളുകൾ കിട്ടി. അതെനിക്ക് ലോക്കൽ കോൾ ആയിട്ടോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൾ ആയിട്ടോ ചെയ്യാം. പിന്നെ അതുകൂടാതെ എനിക്ക് കിട്ടിയത് 4 GB ഡാറ്റയാണ്. അപ്പൊ നമ്മൾ മറ്റൊരു രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഡാറ്റയൊക്കെ അടുത്ത ദിവസം കൊണ്ട് തീർന്നു പോകും. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കണം, ചിലപ്പോൾ മേ ബി ഇന്റർനാഷണൽ കോളുകളൊക്കെ ഇന്റർനെറ്റ് കോളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും ബോട്ടിമിലൊക്കെ. അപ്പോഴേക്ക് ഈ ഡാറ്റ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി. പിന്നെ ഞാൻ ഡാറ്റ ബൂസ്റ്റപ്പ് ചെയ്യണമെങ്കിൽ ഇതേ 79 ദിർഹംസ് തന്നെ വീണ്ടും റീചാർജ് ചെയ്യണം. അങ്ങനെ റീചാർജ് ചെയ്താലും കിട്ടുന്നത് ഇതേപോലെ 30 മിനിറ്റും 4 GB ഡാറ്റ മാത്രമാണ്. എന്നാൽ അതേസമയം നമ്മൾ അവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരാളുടെ എമിറേറ്റ്സ് ID ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്മാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 45 ദിർഹംസിന് ഡെയിലി നമുക്ക് ഓരോ GB ഡാറ്റ കിട്ടും. അപ്പൊ ഇപ്പൊ അവിടെ നമ്മുടെ ഒരുപാട് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു എമിറേറ്റ്സ് ID വെച്ചിട്ട് നമുക്ക് 5 ഡൂ കാർഡും 5 എത്തിസാലാത്ത് സിം കാർഡും എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിസിറ്റിന് പോവുകയാണെങ്കിലും എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന എത്തിസാലാത്തിന്റെയും ഡൂവിന്റെയും സിം ഫ്രീ സിം ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് പകരം ഇതുപോലുള്ള ഏതെങ്കിലും വേണ്ടപ്പെട്ടവരുടെ എമിറേറ്റ്സ് ID-യിൽ ഒരു സിം എടുക്കാൻ ശ്രദ്ധിക്കുക.